ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ജിഷ കൊലക്കേസിൻ്റെ അന്വേഷണം അന്തിമഘട്ടത്തിലെത്തിയെന്ന് പോലീസ് അവകാശപ്പെടുമ്പോഴും അവ്യക്തതകൾ ഒരുപാടാണ്. തെളിവുകളുടെ അഭാവം തുടക്കത്തിലെ ചർച്ചയായതാണ്. പോലീസിന് അന്വേഷണത്തിൽ ആദ്യം സംഭവിച്ച വീഴ്ചയും പിന്നീടുണ്ടായതായി പറയപ്പെടുന്ന വിജയവും അനവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ കേസന്വേഷണത്തിൻ്റെ ഉള്ളറകൾ അന്വേഷിക്കുകയാണ് ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ആദ്യം. പെരുമ്പാവൂരിലെ ജിഷ വധക്കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘത്തെ ഏറെ ബുദ്ധിമുട്ടിച്ച പ്രശ്നവും തെളിവുകളുടെ അഭാവമായിരുന്നു. കുറ്റകൃത്യം നടന്നയുടൻ തന്നെ സാഹചര്യ തെളിവുകളൊന്നും ശേഖരിക്കാത്തതിന് അന്വേഷണ സംഘം ഏറെ പഴി കേൾക്കുകയും ചെയ്തു. ഒരു ക്രിമിനൽ കേസിലെ പ്രാഥമികമായ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കടമ എന്താ? വിവരം കിട്ടി ചെന്നാലുടൻ തന്നെ ബാക്കിയുള്ള ജനങ്ങളെയെല്ലാം ആ ഒക്രം സ്ഥലത്തുനിന്ന് മാറ്റണം. മാറ്റിയിട്ട് ഫിംഗർ പ്രിൻ്റ് കിട്ടണം, രക്തത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് കിട്ടണം, മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട തെളിവ് വസ്തുക്കൾ അവിടെ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ആ പ്രദേശം സീൽ ചെയ്തില്ല, പ്ലേസ് ഓഫ് ഒക്കർ സീൽ ചെയ്തില്ല എന്നത് പ്രധാനമായ പ്രശ്നം. രണ്ട്, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണമായിരുന്നു. കാരണം എന്താ, എത്രയും ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവം ജനങ്ങൾ അറിയുന്നില്ല. രക്തത്തിൽ കുളിച്ചടക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് ജനം അറിയുന്നില്ല. ബോഡി മഹസർ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ പ്രാഥമികമായി പുറമേ നിന്നുള്ളൊരു കാഴ്ചപ്പാട് കിട്ടും. അപ്പോൾ പോലീസിന് മനസ്സിലാവും രഹസ്യഭാഗത്തെ പൈശാചികമായ ഈ മുറിവുകൾ കാണുമ്പോൾ ഇതൊരു അതിബ്രൂട്ടൽ കൊലപാതകമാണെന്നുള്ള പ്രഥമ ദൃഷ്ടിയ പോലീസിന് ബോധ്യപ്പെടും. അപ്പോൾ തന്നെ ജാഗ്രതയാകണമായിരുന്നു. പോസ്റ്റ്മോർട്ടം താമസിച്ചത് ഒരു ചെറിയ ലാക്കൂണുണ്ട്. പിന്നെ ഈ മൂവ്മെൻറ്റ്സ് ഒന്നിലധികം ആളുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഒരു കാതലായ പ്രശ്നം വരാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യത്തിൽ. ആ ഫിംഗർ പ്രിൻ്റ് എലിമിനേഷൻ ഒരു വലിയ പ്രോസസ്സാണ്. കാരണം ഈ ഇത്രയും ദിവസം ആദ്യമായിട്ട് പലരും അവിടെ പോലീസ് കയറി ഇറങ്ങി, ഒരാൾ വന്നില്ല എന്നും പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി തന്നെ തൂങ്ങിപ്പോയി. അവിടെ ഒരു ചലഞ്ച് ചെയ്യപ്പെട്ടു. കാരണം അതിൻ്റെ യഥാസമയത്ത് വന്ന് ഇടപെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൈപ്പേറിയ അനുഭവം ജനങ്ങളിൽ നിന്നുണ്ടായി. പക്ഷേ അത്രമാത്രം ഒരു മനുഷ്യജീവൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് ആങ്സൈറ്റിയാകും. LDF സർക്കാർ വന്നതിന് ശേഷം രൂപീകരിച്ച പുതിയ അന്വേഷണ സംഘവും നേരിട്ട പ്രധാന പ്രതിസന്ധി ഇതുതന്നെയായിരുന്നു. പ്രതിയുടെ DNA അല്ലാതെ ശക്തമായ മറ്റൊരു തെളിവുമില്ലാതെ അന്വേഷണം വഴിമുട്ടി. ഇതിനിടയിലാണ് അസംകാരനായ ആമിറുൽ ഇസ്ലാം എന്ന ഇതര സംസ്ഥാന തൊഴിലാളി തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് വെച്ച് അറസ്റ്റിലാവുന്നത്. ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളുണ്ടാക്കിയ, രാഷ്ട്രീയ ചർച്ചകളുണ്ടാക്കിയ കേസിലെ അറസ്റ്റോടെ വലിയ ദുരൂഹതകൾ ഉയർത്തിയ കേസിന്റെ ചുരുളഴിയുമെന്ന് കരുതിയിരുന്നതാണ്. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, എന്താണ് നടന്നതെന്ന ഔദ്യോഗിക വിശദീകരണം പോലും പോലീസ് നൽകിയതുമില്ല. പിന്നെയാണ് ഊഹാപോഹ കഥകൾ പോലെ പോലീസ് വൃത്തങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ വാർത്തയാകുന്നത്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ചർച്ചയായത് ആമിറുൽ ഇസ്ലാമിനെതിരായി പോലീസ് ശേഖരിച്ചുവെന്ന് പറയുന്ന തെളിവുകളാണ്. ഈ DNA ബ്ലഡ് അവിടെ ആരെങ്കിലും ആവുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള കഥകളൊക്കെ ഇനി മെനഞ്ഞെടുക്കേണ്ടി വരും. ഈ DNA കിടക്കുന്നിടത്തോളം കാലം ഈ പ്രതിയെ സംബന്ധിച്ച് കണക്ട് ചെയ്യാനുള്ള തെളിവായി. അതുകൊണ്ട് അയാളെ എന്നാൽ നീ പോയിക്കോ, ബാക്കിയുള്ളവരാരെയും കണ്ടില്ല എന്ന് പറയാനുള്ള ജുഡീഷ്യൽ സംവിധാനമല്ല നമുക്കുള്ളത്. നമുക്ക് കുറ്റമറ്റ ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത്. ആകെയുള്ള ഒരു തെളിവായിട്ട് പറയുന്നത് ഇവിടുത്തെ DNA പ്രൊഫൈലിങ്ങിൽ മാത്രമാണ്. അത് എത്രമാത്രം ക്രിമിനൽ നടപടി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്, അത് അയച്ചു കൊടുക്കുന്നത് കോടതി വഴിയായിരുന്നോ, കോടതിയിൽ ആ സാമ്പിൾ എന്ന് കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം തന്നെ വളരെ പ്രസക്തമായ കാര്യങ്ങളായിരിക്കും. അതിനേക്കാൾ ഉയർന്ന ഒരു ലാബിൽ, മണിയുടെയൊക്കെ കേസിൽ, അലാപമണിയുടെ കേസിലുണ്ടായതുപോലെ അതിനേക്കാൾ ഉയർന്ന ഒരു ലാബിൽ ഇത് പരിശോധിക്കാനുള്ള അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണോ ഇതെല്ലാം ടെസ്റ്റിന് അയച്ചതെന്നെല്ലാം തന്നെ വീണ്ടും പരിശോധിക്കപ്പെടേണ്ട അവസ്ഥയായിട്ട് കടന്നു വരാം. കേസിൽ പോലീസ് ശേഖരിച്ച തെളിവുകൾ, അവയുടെ കൃത്യത, കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ഇവയിലൊക്കെയും നിലവിലുള്ള അവ്യക്തതകൾ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം ദുർബലപ്പെടുമെന്ന വിമർശനം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്.
കൊലയ്ക്കുപയോഗിച്ച ആയുധമാണ് ഈ തെളിവുകളിൽ പ്രധാനം. ആദ്യം ഒരു കത്തി കണ്ടെടുത്തുവെന്നും ഈ കത്തിയല്ല മറ്റൊന്നാണ് അമീർ ഉപയോഗിച്ചതെന്നും പോലീസിന്റെ കഥ. ആയുധത്തിനു വേണ്ടി പിന്നെയും തിരച്ചിലുകൾ നടന്നു. ഒടുവിൽ ആദ്യം കണ്ടെടുത്ത കത്തി തന്നെയാണ് ആയുധമെന്ന് പോലീസിന്റെ തന്നെ സ്ഥിരീകരണം. ഈ കത്തി കണ്ടെടുത്തതാവട്ടെ പ്രതിയുടെ അസാന്നിധ്യത്തിലും. ഈ തെളിവിന്റെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടെയാണ്. ഈ പോലീസ് കഥയുമായിട്ട് ചില സ്ഥലത്ത് വരുമ്പോൾ മിസ്സിംഗ് ആയിട്ട് ചില സംശയങ്ങൾ ജനങ്ങൾ മുഴുവൻ ഇത് വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഒരുവിധം എല്ലാവരും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. ഈ പത്രം വായിക്കുകയും മീഡിയ കാണുകയും ചെയ്യുന്ന എല്ലാ ആളുകളും ഒരുവിധം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും ബാക്കിയുള്ളതൊക്കെ ബോധ്യമായിട്ടുണ്ട്, ബോധമാണ്. പക്ഷേ അതിനകത്ത് മറ്റ് രീതിയിലുള്ള ചില അസാംഗത്യങ്ങൾ വേറെ ആളുണ്ടോ, ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യം ഒരു വലിയൊരു ഇഷ്യൂവാണ്. എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ മുഴുവൻ എലിമിനേഷൻ നടന്ന് കാണുകയില്ല. 10 ദിവസം പ്രതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നല്ലോ. ഈ പ്രതിയുടെ സാന്നിധ്യത്തിൽ കത്തി കണ്ടെടുക്കാവുന്ന ഒരു മൊഴി ഈ പ്രതിക്ക് കൊടുക്കാനുണ്ടായിട്ടില്ലല്ലോ, ഇല്ലേ? 10 ദിവസം കൊണ്ട് പ്രതിയുടെ സാന്നിധ്യത്തിൽ ഒരു കത്തി കണ്ടെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യം കണ്ടെടുത്ത കത്തി കൊണ്ടല്ല ഈ കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ പരിക്കുണ്ടാക്കിയെന്ന് പറയുന്ന പോലീസ് ഇപ്പോൾ ആ കത്തി കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യം കണ്ട കത്തിയിൽ ചോരയുണ്ടായിരുന്നില്ല, പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചോരയുണ്ടായെന്ന് പറയുന്നു. ഈ കത്തി എത്രയോ ദിവസം മുമ്പ് കണ്ടെടുത്തൊരു കത്തിയാണ്, പ്രതിയുടെ സാന്നിധ്യത്തിൽ കണ്ടെടുത്തൊരു കത്തി പോലുമല്ല. ആ കത്തി നാളിതുവരെ സീൽ ചെയ്യുന്നൊരവസ്ഥകളുണ്ടായിരുന്നു. ഒരു കുറ്റകൃത്യം തെളിയിക്കാൻ അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് കണ്ടെത്തുക എന്നത് നിർണായകമാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഏത് കുറ്റകൃത്യത്തിന്റെ പിന്നിലും ഒരു ഉദ്ദേശമുണ്ടാകേണ്ടതാണ്, പ്രത്യേകിച്ച് നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ. ജിഷയുടെ കേസിൽ പോലീസ് കണ്ടെത്തിയ കാരണം തീർത്തും ദുർബലമായിരുന്നു. കുളിക്കടവിൽ വെച്ച് പ്രതിയെ പരിഹസിച്ചതിന്റെ പ്രതികാരമാണ് കൊലയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയ കാരണം. ഈ കഥ നാട്ടുകാർ തന്നെ തള്ളിയപ്പോൾ അതല്ല കാരണമെന്നായി പിന്നീട് പോലീസ്. ഇപ്പോഴും കൊലയുടെ കാരണം അവ്യക്തമായി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ കേസിൽ കൂട്ടുപ്രതിയുണ്ടെന്നും വാർത്തകൾ വന്നു. കൂട്ടുപ്രതിയല്ല, കുറ്റകൃത്യത്തെക്കുറിച്ചറിയുന്ന മറ്റൊരാളുണ്ടെന്നാണ് ഒടുവിൽ പുറത്തുവന്ന വിവരം. ഇയാളെ കണ്ടെത്തിയിട്ടുമില്ല. തിരച്ചിലും അന്വേഷണവും പുരോഗമിക്കുകയാണ്. ജിഷ കേസിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ശാസ്ത്രീയമായ തെളിവാണ്. അതിൽ സുപ്രധാനമായ ഒന്നാണ് DNA ടെസ്റ്റ്. അതോടൊപ്പം തന്നെ ജിഷയുടെ രക്തം പ്രതിയുടെ ഏതെങ്കിലും ഉപയോഗിച്ച വസ്തുക്കളിലോ സാധനങ്ങളിലോ ഉണ്ടെങ്കിൽ, പ്രതിയുടെ രക്തം ജിഷയുടെ വസതിയിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ഇതിനൊക്കെ വലിയ, അതോടൊപ്പം തന്നെ ജിഷയുടെ ബോഡി മാർക്സർ തയ്യാറാക്കിയപ്പോൾ പ്രതിയുടെ രോമങ്ങൾ ഉണ്ടോ എന്നുള്ളത്, ഇതൊക്കെ അടിസ്ഥാനപരമായ തെളിവുകളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെളിവുകളെല്ലാം ഇതിനകത്തുണ്ട്. പ്രതി ഒന്നിലധികം ഉണ്ട്. ഇവന് ഇവിടെ നിന്ന് അവൻ്റെ വസ്ത്രങ്ങളൊന്നും കാണുന്നില്ല. അന്ന് ധരിച്ചു എന്ന് പറയുന്ന മഞ്ഞ ഷർട്ട് കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹത, ചോദ്യം ചെയ്യത്തക്ക രീതിയിലുള്ള ദുരൂഹതയായിപ്പോയി. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങളുണ്ട്. ജിഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ, എങ്ങനെ രക്തത്തിൽ മദ്യം കണ്ടെത്തി എന്നത്, കൊല നടന്ന ദിവസം ജിഷ എവിടെയാണ് പോയത് എന്നത്, ഭക്ഷണം എവിടെ നിന്ന് കഴിച്ചുവെന്നത്. ഇവയൊക്കെയും പ്രസക്തമാകുന്നത് സംഭവവുമായി ഇവയൊക്കെയും ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. പ്രതിയുടെ വിരലടയാളം സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടില്ല എന്നുള്ളത് അയാളുടെ നിരപരാധിത്വത്തിൻ്റെ കയ്യൊപ്പായിട്ട് ഞാൻ കാണുന്നു. കാരണം അവിടെ കണ്ടെടുത്ത വിരലടയാളം ജിഷ മത്സ്യത്തെ വളർത്താൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഗ്ലാസ് ജാറിൽ കണ്ടെടുത്ത വിരലടയാളം പ്രതിയുടെ ഇതല്ലാന്ന് പോലീസ് പറയുന്നു. അപ്പോൾ പ്രതിയല്ലാത്ത ഒരാൾ സംഭവ സ്ഥലത്ത് ഉണ്ടായി എന്ന് വരുന്നു. അത് നാട്ടുകാരാരുമല്ല, ഇവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആൾക്കാരുമില്ല, പോലീസിൻ്റെയുമില്ല, ഒന്നുമല്ല. അപ്പോൾ പുറമേ നിന്നൊരാൾ വന്നിട്ടുണ്ട്. ആ ആൾ ആരാണ്? പോലീസ് ആദ്യം പറയാൻ ഉദ്ദേശിച്ച കഥ 2 പേര് ചെയ്തു എന്നാണ് കേസ്. കാരണം അത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും മറ്റ് ഫോറൻസിക് വിദഗ്ധന്മാരും പറയുന്നുണ്ട് ഇത് ഒരാൾ മാത്രം ചെയ്തതല്ല, പല ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ കിടന്ന കടലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാൾ മാത്രമായ അല്ല എന്ന് പറയുമ്പോൾ 2 പേര് ചെയ്തു, അനാറുൽ ഹസൻ ഉൾപ്പെടെ ചെയ്തു എന്നാണ് ആദ്യം പോലീസ് പറയുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് പറയുമ്പോൾ ഇയാൾ മാത്രമേ ചെയ്തു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. സ്ത്രീകളുടെ നേരെയുള്ള കടന്നാക്രമണങ്ങൾ വർദ്ധിപ്പിച്ച ഡൽഹി സംഭവത്തിന് ശേഷം തെളിവ് നിയമത്തിൽ വന്നൊരു വലിയ മാറ്റം നമ്മൾ കാണണം. ബർഡൻ ഓഫ് പ്രൂഫ്,
കുട്ടികളുടെ നേരെയുള്ള കടന്നാക്രമണം, സ്ത്രീകളുടെ നേരെയുള്ള കടന്നാക്രമണങ്ങൾ എന്നീ കേസുകളിൽ ബേർഡൻ ഓഫ് പ്രൂഫ് കഴിഞ്ഞ ക്രിമിനൽ ലോ അമെൻമെൻറ്റോടുകൂടി ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. കുറ്റാരോപിതൻ്റെ ചുമതലയാണ് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിഷ കേസിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കുറ്റം താൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള പ്രാഥമികമായ ബാധ്യത പ്രതിക്കാണ്. ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയും രാഷ്ട്രീയ വിവാദമാവുകയും ഒക്കെ ചെയ്ത കേസിലാണ് പോലീസ് പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുന്നത്. വിവാദമായ ഒട്ടേറെ കേസുകളിൽ അന്വേഷണ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുക പതിവാണ്. പക്ഷേ ഈ കേസിൽ അന്വേഷണ വിവരങ്ങൾ രഹസ്യമെന്ന നിലയ്ക്ക് പരസ്യമാക്കുന്ന തന്ത്രമാണ് പരീക്ഷിക്കപ്പെട്ടത്. കുറ്റാന്വേഷണങ്ങളുടെ ചരിത്രത്തിലെ പുതിയ രാഷ്ട്രീയ തന്ത്രം തന്നെയായി ഇതിനെ രേഖപ്പെടുത്തേണ്ടി വരും. ഈ കല്യാണത്തിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഇലക്കകത്താണ്, അത് ഇല ഒന്നും പുഴയ്ക്ക് തട്ടാനുണ്ടാവില്ല. ഇപ്പം പ്ലേറ്റ് വന്നപ്പോഴാണ് ഈ മാലിന്യം പുഴ ചാക്കോടെ തട്ടാനുണ്ടാവുന്നത്. അടുത്ത കാലത്ത് മലയാളികൾ ആഘോഷിച്ച സിനിമകളിലൊന്നാണ് എന്ന് നിൻ്റെ മൊയ്തീൻ. കോഴിക്കോട്ടുകാരുടെ മാത്രം പുഴയായിരുന്ന ഇരുവഞ്ഞിപ്പുഴയെ സിനിമ മുഴുവൻ മലയാളികളുടെയും സ്വന്തം പുഴയാക്കി മാറ്റി. പക്ഷേ സിനിമയിൽ കാണുന്ന പോലെ ഇരുകരകളെയും തൊട്ട് നിറഞ്ഞൊഴുകുന്നതല്ല ഇന്നത്തെ ഇരുവഞ്ഞിപ്പുഴ. മാലിന്യം നിക്ഷേപിച്ചും മണൽ വാരിയും ഈ പുഴയെയും മനുഷ്യർ അന്ത്യത്തിലേക്ക് അടുപ്പിച്ചു. മരണത്തിലേക്ക് അടുക്കുന്ന ഇരുവഞ്ഞിപ്പുഴയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു കൂട്ടായ്മയുടെ ശ്രമമാണ് ബിയോണ്ട് ദ ഹെഡ്ലൈൻസിൽ ഇനി. കഴിഞ്ഞ 50 വർഷമായി കീരൻകുട്ടി എന്ന ഈ കടത്തുകാരൻ ഇവിടെയുണ്ട്. ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറിയ ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥയിൽ ഈ മനുഷ്യന് വലിയ വേദനയുണ്ട്. ആ കാലത്തൊന്നും മാലിന്യം, ആ പറഞ്ഞ സമയത്തൊന്നും മാലിന്യം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഈ കല്യാണത്തിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഇലക്കകത്താണ്, അത് ഇല ഒന്നും പുഴയ്ക്ക് തട്ടാനുണ്ടാവില്ല. ഇപ്പം പ്ലേറ്റ് വന്നപ്പോഴാണ് ഈ മാലിന്യം പുഴ ചാക്കോടെ തട്ടാനുണ്ടാവുന്നത്. ആ കാലത്തൊന്നും മാലിന്യം എന്ന് പറഞ്ഞ സാധനം തന്നെയല്ല, പുഴയിലൊന്നും എവിടെയില്ല. പക്ഷേ മാലിന്യം നിറഞ്ഞിട്ട് ഇവിടെ പെണ്ണുങ്ങൾ കുളിക്കാൻ വന്നിട്ട് കുളിക്കാൻ നിവൃത്തിയില്ലാതെ മടങ്ങിപ്പോയത് എത്ര ഉണ്ട്. ഞാൻ തന്നെ ഇവിടെ കുളിക്കുന്നില്ല, ഞാൻ ഇവിടെ പുഴ വക്കിനാണ് താമസിക്കുന്നത്. നമ്മുടെ സഞ്ചാര സാഹിത്യകാരനായിരുന്ന എസ്.കെ. പൊറ്റക്കാട് എന്ന നാടൻ പ്രേമം എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ആദ്യത്തെ നോവലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാടൻ പ്രേമം അദ്ദേഹം എഴുതിയത് മുക്കത്ത് വന്നിരുന്നതാണ്. മുക്കത്ത് കൊറ്റങ്ങൽ അച്ചുകേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ അദ്ദേഹത്തിൻ്റെ ബന്ധുവായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹം ഈ ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്ത് വെച്ചാണ് നാടൻ പ്രേമം എഴുതിയത്. അതിലൂടെയാണ് ഈ ഇരുവഞ്ഞിപ്പുഴ പുറത്ത് ഇത്രയും പ്രശസ്തമായത്. അതിനുശേഷം ഇപ്പോൾ ഈ എൻ്റെ മൊയ്തീൻ എന്ന സിനിമയിൽ കൂടെ കാഞ്ചനമാലയും മൊയ്തീൻ്റെ ആ പ്രേമകഥയിൽ കൂടി ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമായി ഈ മുക്കവും അതോടനുബന്ധിച്ച് നമ്മുടെ ഈ ഇരുവഞ്ഞിപ്പുഴയും മാറിയിട്ടുണ്ട്. നാടിനും നാട്ടുകാർക്കും വന്ന മാറ്റം ഈ പുഴയെയും മാറ്റിമറിച്ചു. മാലിന്യം കുമിഞ്ഞുകൂടി. തെളിനീർ മാറി പുഴ ചുമന്ന പുഴയായി പരിണമിച്ചു. അനിയന്ത്രിതമായ മണലെടുപ്പ് കൂടിയായപ്പോൾ എല്ലാം പൂർണ്ണം. പുഴ മരിച്ചു തുടങ്ങി എന്ന മുറവിളി പക്ഷേ ആരും കേട്ടിരുന്നില്ല. പല ഭാഗങ്ങളിലുള്ള ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ രസകരമായൊരു അനുഭവം ഉണ്ടായത്, നമ്മുടെ നാട്ടിലുള്ള ഒരു ആൾ, അദ്ദേഹത്തിന് കുറച്ച് ഷോപ്പുകളുണ്ട് വാടക കൊടുക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റിലും കുറേ മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് കണ്ടപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അത് നിങ്ങൾ അവരോട് പറയണം. പ്രത്യേകിച്ചും അവിടെ താമസിക്കുന്നത് അന്യ ദേശക്കാരാണ്. അപ്പോൾ അവരോട് പറയണം ഇവിടെ മാലിന്യം ഇടരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും അതിന് ചുറ്റും മാലിന്യം ഉണ്ടാവില്ല. കാരണം ഞാൻ അവരോട് ആകെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ മാലിന്യങ്ങളെല്ലാം പുഴയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം, പുഴയിൽ കൊണ്ടുപോയി കളഞ്ഞാൽ മതി, ഇവിടെ ഒന്നും ഇടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇവിടെ ഒന്നും മാലിന്യം ഉണ്ടാകാൻ സാധ്യതയില്ല, അതാണ് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്.
പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ അതിനെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്, പരമാവധി അതിനെ ദ്രോഹിക്കുകയും അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഒടുവിൽ ഈ പുഴയുടെ പ്രാധാന്യം ചിലരെങ്കിലും തിരിച്ചറിഞ്ഞു. എൻ്റെ ഇരുവഴിഞ്ഞി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആശങ്കകളും ആവലാതികളും അവർ പങ്കുവച്ചു. പുഴയുടെ വീണ്ടെടുപ്പിനു വേണ്ടിയായിരുന്നു അത്. മാമ്പുഴ മാതൃകയിൽ ഈ പുഴയെയും സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ CWRDM കൂടി രംഗത്തു വന്നതോടെ ചില സ്വപ്ന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത്. നേരത്തെ ജനങ്ങൾ ഇതിൻ്റെ മാലിന്യം കാരണം പുഴയിൽ നിന്ന് കുളിക്കാതെ ഇത് ഉപയോഗിക്കാതെ പുറത്തുപോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുളിക്കടവിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കുളിമുറിയിൽ നിന്ന് കുളിക്കടവിലേക്ക് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു കൂട്ടക്കുളി നടത്തുകയുണ്ടായി. പുഴയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിലൂടെയാണ് പുഴയെ രക്ഷിക്കാനുള്ള ശ്രമത്തിന് തുടക്കം കുറിച്ചത്. അത് ഫലം കാണുകയും ചെയ്തു. ആരാധനാലയങ്ങളും പൊതുപരിപാടികളും ബോധവൽക്കരണത്തിനുള്ള വേദികളായി. പുഴയെ അറിയാനായി നടത്തിയ ജലയാത്രയിൽ ഈ നാട് ഒന്നടങ്കം അണിനിരന്നു. ഈ യാത്രയാണ് പുഴയെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടിയത്. മുക്കം MAMO കോളേജിലെ NSS വാളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പുഴയിലെ മാലിന്യം നീക്കാനുള്ള പദ്ധതിക്ക് ഇതിനകം തുടക്കമായി. മുൻ തലമുറയിലുള്ള അല്ലെങ്കിൽ എൻ്റെ പൂർവികരിങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്, ഈ പുഴ പണ്ട് ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് തെളിനീരായിരുന്നു, കുടിക്കാൻ പോലും അവിടെ നിന്നായിരുന്നു എടുക്കാറ്, വളരെ ശുദ്ധമായിരുന്ന ജലമായിരുന്നു എന്നെല്ലാം നാം കേൾക്കുക എന്നല്ലാതെ നാം ഇതുവരെ അത്തരത്തിലുള്ളൊരു പുഴ കണ്ടിട്ടില്ല. പുഴ കയ്യേറ്റം വ്യാപകമായതും തീരം വൻതോതിൽ ഇടിഞ്ഞതുമെല്ലാം പ്രതിബന്ധങ്ങളായിരുന്നു. തകർന്ന തീരം സംരക്ഷിക്കാൻ മുളനട്ട് ജൈവവേലി സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഊളിമാട് ഗ്രീൻ കെയർ മിഷനുമായി സഹകരിച്ചാണ് ഈ പദ്ധതി. പുഴയോരത്തുള്ള വീടുകളിൽ കക്കൂസുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. കക്കൂസില്ലാത്ത വീടുകളിൽ അത് നിർമ്മിച്ചു നൽകും. ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രാഥമിക കൃത്യങ്ങൾക്കായി പുഴയെയാണ് ആശ്രയിക്കുന്നത്. ഇവർക്കായി പൊതു കക്കൂസുകൾ നിർമ്മിച്ചു നൽകും. പുഴയിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കും. മാലിന്യങ്ങൾ പുഴയിലൊഴുക്കുന്നവർക്കെതിരായി കർശന നടപടികളാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളും ആലോചിക്കുന്നത്. നാട്ടുകാരെ ഉൾപ്പെടുത്തി ഇതിനായി കർമ്മസേനയടക്കം രൂപീകരിക്കാനുള്ള ആലോചനയുണ്ട്. പതിയെ ഈ പുഴയെ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്. കാരണം ഈ നാടിന്റെ സംസ്കാരം ഇഴപിരിഞ്ഞു കിടക്കുന്നത് ഈ പുഴയോടൊപ്പമാണ്. വീടുകളിൽ ഓരോരോ മരച്ചോട്ടിലും കൂടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. മാട്ടുതൊഴുത്തിലും കൂടെ ഞങ്ങൾ ക്ലാസ് നടത്തിയിട്ടുണ്ട്. പാലക്കാട് തമിഴ്നാട് അതിർത്തി മേഖലയിൽ അതിസാധാരണക്കാർ താമസിക്കുന്ന ഒരിടത്ത് അംഗൻവാടി നടത്താൻ അവിടുത്തെ ടീച്ചറും ഹെൽപ്പറും കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നടത്തുന്ന അധ്വാനത്തിൻ്റെ കഥയാണ് അടുത്തത്. സ്വന്തമായി ഒരു കെട്ടിടമില്ലാത്തതിനാൽ നാട്ടുകാരുടെ വീടുകളിലെ ഒഴിഞ്ഞ മുറികളിലാണ് ഇവർ അംഗൻവാടി നടത്തുന്നത്. ലക്ഷ്മിക്കുട്ടിയുടെയും മീനാക്ഷിയുടെയും അമ്മമാർക്കും ഇതുപോലെ തന്നെ 3 പതിറ്റാണ്ട് മുൻപ് ശാന്തേച്ചി ചോറ് വാരിക്കൊടുത്തിട്ടുണ്ട്. 1986-ൽ ഈ കുട്ടികളുടെ അമ്മമാരടക്കമുള്ളവരുടെ അംഗൻവാടി പ്രവർത്തിച്ചത് ഒരു കാലിത്തൊഴുത്തിലായിരുന്നു എന്ന് സാവിത്രി ടീച്ചറും ഹെൽപ്പറായ ശാന്തേച്ചിയും പറയുന്നു. സ്വന്തമായി കെട്ടിടമില്ലാതെ ഗത്യന്തരമില്ലാതെയാണ് അങ്ങനെയൊരു വഴി തിരഞ്ഞെടുത്തത്. ഞങ്ങളിവിടെ അടുത്തൊരു നല്ലുവിട്ടിച്ചള്ള പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക്, അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വെറും 25 രൂപയാണ് വാടക തന്നുകൊണ്ടിരുന്നത്. ആ വാടക വെച്ച് ഞങ്ങൾ ഒരു റൂമെടുത്ത് അതിൽ താമസിച്ചു. അതിൽ നിന്ന് അങ്ങനെ ഒരു വർഷം കണ്ടായപ്പോൾ അവർ ആ സ്ഥലം ഒഴിയണം, ഞങ്ങൾക്ക് കുട്ടികളുടെ കല്യാണമൊക്കെ വരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മാറാനൊരു സ്ഥലമില്ലാണ്ടായി. അങ്ങനെ ആയപ്പോൾ നമ്മളെപ്പോലെ ഒരു ഇല്ലാത്തപ്പെട്ടവരൊരു ചാളയായിരുന്നു. ആ ചാളയിൽ അവർ നിങ്ങളിവിടെ വന്നിരുന്നോളൂ പറഞ്ഞിട്ട് അവിടെ പോയി ഞങ്ങളൊരു ചെറിയൊരു റൂം അവർ ഞങ്ങൾക്ക് തന്നു. വീടുകളിൽ ഓരോരോ മരച്ചോട്ടിലും കൂടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. മാട്ടുതൊഴുത്തിലും കൂടെ ഞങ്ങൾ ക്ലാസ് നടത്തിയിട്ടുണ്ട്.
എന്നാലും അംഗൻവാടി വിട്ടില്ല. അങ്ങനെ ഓരോരോ ഭാഗത്തിൽ ഓരോരോ വീട്ടിൻ്റെ തിണ്ണയിലൊക്കെയാണ് ഞങ്ങൾ അംഗൻവാടി നടത്തിയിരിക്കുന്നത്. കുറേ ഒരു 20 വീടിൻ്റെ അകം ഞങ്ങൾ പോയിട്ട് താമസിച്ചിട്ടുണ്ടാവും. 25 രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ അവർ വാടകയായിട്ട് തന്നത്. ഒഴിയാൻ പറയുമ്പോൾ ഏതെങ്കിലും വീടിന്റെ ചായ്പോ മുറികളോ അംഗൻവാടികളാക്കുക എന്നത് പിന്നീടൊരു ശീലമായി മാറി. വീട്ടുകാർ വാടക കൂട്ടി പറയുമ്പോൾ സാവിത്രി ടീച്ചറും ശാന്തേച്ചിയും തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അത് കണ്ടെത്തും. ഒരു വീട്ടിൽ പോലും ഇതുവരെ 2 വർഷത്തിൽ കൂടുതൽ അംഗൻവാടി പ്രവർത്തിച്ചിട്ടില്ല. ഇതിപ്പോൾ 20ാമത്തെ വീടാണ്. വീടിന്റെ ചെറിയൊരു ഭാഗം അനുവദിച്ചു കിട്ടാൻ നാട്ടുകാരുടെ കാല് പിടിക്കുക പോലും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നു. പാലക്കാട് തമിഴ്നാട് അതിർത്തി മേഖലയിലെ തേവരായംകോട്ട എന്ന സ്ഥലത്താണ് ഈ അംഗൻവാടി. കർഷക തൊഴിലാളികൾക്കൊപ്പം ഭൂ ഉടമകളുമുള്ള സ്ഥലമാണ് ഇത്. ഇത്ര നിറയെ കൃഷിക്കാരും ഭൂമിയുള്ളവരും എല്ലാവരും ഉണ്ടായിട്ടും ഇതിനെപ്പറ്റി ആരും ഇപ്പോൾ പാർട്ടിക്ക് ആരായാലും ആരും അതിനെപ്പറ്റി എന്താ ഇങ്ങനെ ഇവർ വെച്ചിരിക്കുന്നതെന്നുള്ള ഒരു ഇതുമില്ല. തുടക്കകാലത്ത് ഒരു ആരാധനാലയത്തിനോട് ചേർന്ന് അംഗൻവാടി പ്രവർത്തിച്ചിരുന്നു. കുട്ടികളെ പഠിപ്പിച്ചാൽ ഊരു മുടിയുമെന്ന അന്ധവിശ്വാസം പറഞ്ഞ് അവിടെ നിന്നും ഇറക്കിവിട്ട അനുഭവം കൂടി ഇവർക്കുണ്ട്. സ്വന്തം വീടുകളിൽ അംഗൻവാടി കുറച്ചുകാലം പ്രവർത്തിപ്പിച്ചിരുന്നു. പക്ഷേ ടീച്ചറുടെയും ഹെൽപ്പറുടെയും വീടുകളിൽ സംവിധാനം പാടില്ല എന്ന ചട്ടമുള്ളതിനാൽ അതും പറ്റാതായി. കഴിഞ്ഞ 2 വർഷമായി തേവരായംകോട്ടയിലെ കർഷക തൊഴിലാളിയായ മണിയമ്മയുടെ വീട്ടിലെ 2 മുറികളാണ് ഉപയോഗിക്കുന്നത്. അവിടുന്ന് ഒഴിയാൻ പറയുമ്പോൾ അവർ എവിടേക്കാണ് പോയി മാറുക എന്നുള്ളൊരു പേപ്പറുള്ളപ്പെട്ടിരിക്കുമ്പോൾ ശരി, ഏതായാലും എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളല്ലേ, അപ്പോൾ അവർ അവിടെ ഒന്ന് ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇരിക്കുന്നതിൽ ചേർന്ന് അവർ ഇരുന്നോട്ടെ എന്നുള്ളൊരിതിൽ കൊടുത്തു തന്നെയല്ലോ. അല്ലാതെ വാടക പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്തതിനാൽ സാധാരണക്കാരുടെ മക്കൾ മാത്രമാണ് സാവിത്രി ടീച്ചറുടെ അടുത്തെത്തുന്നത്. 2 വർഷം മുൻപ് സമീപവാസി സൗജന്യമായി നൽകിയ 3 സെന്റ് ഭൂമിയിൽ കെട്ടിടം പണി പൂർത്തിയാക്കാൻ പോലും പഞ്ചായത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ അധ്യയന വർഷം മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറാമെന്ന് രക്ഷിതാക്കൾക്ക് കൊടുത്ത വാക്കും പാലിക്കാനായില്ല. കെട്ടിടമില്ലാത്ത കാരണം കൂടിയാണ്, കുട്ടികൾ കുറവും കൂടിയാണ്. കുറച്ചുള്ളവരെല്ലാം പൈസക്കാരും കുറച്ചുള്ളവരൊന്നും അംഗൻവാടിയിൽ വിടുന്നില്ല. ഈ കെട്ടിടത്തിൽ ഇല്ലാത്ത അവസ്ഥ കാരണം കുട്ടികൾ കളിക്കാനില്ല സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് മനോജ് പറഞ്ഞൊരു കുട്ടി ഫ്രീ സറണ്ടർ ചെയ്തു 3 സെന്റ് സ്ഥലം. അതിൽ കെട്ടിടം ഇപ്പോൾ പാതി കെട്ടിടമായിട്ട് നിൽക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. ഇവിടെ 30 കൊല്ലമായിട്ട് എവിടെയും സ്ഥലം കിട്ടാതെ വെറുതെ ഫണ്ട് വച്ച് വെറുതെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ വാടകയ്ക്കും കിട്ടാതെ വന്ന സാഹചര്യത്തിലാണ് ഈ സ്ഥലം എന്തോ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ 3 സെന്റ് ഫ്രീ സറണ്ടർ കൊടുത്തത്. മനോജ് നമ്മളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 3 സെന്റ് സ്ഥലം ഫ്രീ സറണ്ടർ തന്നു. അതുകൊണ്ട് ഞാൻ പഞ്ചായത്തിൽ വേൾഡ് ഫണ്ട് ഉപയോഗിച്ച് 8 ലക്ഷം രൂപ നമ്മൾ അംഗനവാടി കുട്ടികൾക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി ഫണ്ട് വെച്ചു. അത് പൂർത്തിയാകാൻ കുറച്ചും കൂടി താമസം, അത് ഇനി കുറച്ചും കൂടി ഫണ്ട് അവരുടെ അലോട്ട്മെൻറ്റ് കുറച്ചും കൂടി വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാകും. കുട്ടികളെ മഴയും വെയിലും കൊള്ളാത്ത അടച്ചുറപ്പുള്ള ഒരു കെട്ടിടത്തിലേക്ക് മാറ്റിയാൽ ജോലി നിർത്തി വിശ്രമിക്കാമെന്ന തീരുമാനത്തിലാണ് നാട്ടിലെ നിരവധി തലമുറകൾക്ക് ആദ്യാക്ഷരം പഠിപ്പിക്കുകയും ഊട്ടുകയും ചെയ്ത സാവിത്രി ടീച്ചറും ശാന്തേച്ചിയും. ഈ ലക്കം ബിയോണ്ട് ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.